ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ നാട്, രാജ്യം, നമ്മൾക്ക് ഇടപെടുന്ന, നിത്യേന ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകൾ നമ്മളുടെ മുമ്പിലേക്ക് വാർത്തകൾ എന്ന നിലക്ക് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ, ഇങ്ങനെ ഒരുപാട് സംഗതികളിലൂടെ നമ്മളിങ്ങനെ കണ്ണോടിക്കുകയും കടന്നു പോവുകയും ചെയ്താൽ ഇപ്പോൾ നമ്മൾ അനുഭവപ്പെടുന്ന ഒരു പ്രത്യേകത, ഒരു വിശേഷം, നീതിബോധം എല്ലാ തലങ്ങളിലും പൊതുവെ തളർന്നു പോയിരിക്കുന്നു, തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങളിൽ, ഇടപാടുകളിൽ, സാമൂഹികമായി നമ്മളൊക്കെ ഇടപെടുന്ന വിവിധ മേഖലകളിൽ, അവിടെയൊക്കെ ഇടപെടുമ്പോൾ കൃത്യമായ നീതിയും ന്യായവും ഇന്നതാണ് എന്ന് മനസ്സിലാക്കി, ആ മനസ്സിലാക്കുന്ന ആള് പോലും അങ്ങനെ പെരുമാറാതിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വന്നു ചേർന്നിരിക്കുന്നു. പൊതുവെയുള്ള ഒരവസ്ഥ. രാഷ്ട്രീയ മേഖലയിലുള്ളവരും മതരംഗത്തുള്ളവർ തന്നെയും ഇതിൻ്റെ ഒക്കെ ഭാഗങ്ങളായി മാറുന്നതാണ് നമ്മളിങ്ങനെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. വാർത്തകളിൽ നിത്യവും നിറഞ്ഞു നിൽക്കുന്ന സംഭവങ്ങൾ, ഇന്നും ഇന്നലെയും ഒക്കെ നമ്മളുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്, തൻ്റെ കാര്യം നേടാൻ, തൻ്റെ കക്ഷിയുടെ കാര്യം നേടാൻ, തൻ്റെ സംഘടനയുടെ കാര്യം നേടാൻ, പാർട്ടിയുടെ കാര്യം നേടാൻ, കുടുംബത്തിൻ്റെ കാര്യം നേടാൻ, സ്ഥാപനത്തിൻ്റെ കാര്യം നേടാൻ, അങ്ങനെ വിവിധ മേഖലകളിലൊക്കെയും നമ്മളുടെ താല്പര്യം സംരക്ഷിക്കാൻ നേരും നെറിയും ന്യായവും ഒന്നും നോക്കാതെ കാര്യസാധ്യത്തിനുള്ള ഏർപ്പാടുകൾ നടത്തുക, അതൊരു കുറ്റകൃത്യമായി കാണാത്ത വിധം സാധാരണമായി മാറുന്നു നമ്മളുടെ ഇടയിൽ എന്നതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ. ഏതെങ്കിലും വ്യക്തികളിൽ എവിടെയെങ്കിലും ഒക്കെ ഒറ്റപ്പെട്ട് സംഭവിക്കാം, മനുഷ്യരെന്ന നിലക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകാം. പക്ഷെ നിലവിലുള്ള ഒരു സാഹചര്യം അങ്ങനെയൊക്കെ തന്നെയാണ് അത് ചെയ്യേണ്ടത്. ആദ്യം തന്നെ അതിൻ്റെയൊക്കെ കരുക്കൾ നീക്കിയിട്ട് വേണം ഏത് വിഷയത്തിൽ നമ്മൾ ഇടപെടാൻ. അതിന് ന്യായം എന്താണ്, നീതി എന്താണ് എന്നല്ല പരിഗണിക്കേണ്ടത്. എന്ത് കുതന്ത്രവും കളവും തന്ത്രവും ഒക്കെ ഉപയോഗിച്ചാലും തൻ്റെ കക്ഷിയുടെ, പാർട്ടിയുടെ, ഗ്രൂപ്പിന്റെ, അത് മതമായാലും രാഷ്ട്രീയമായാലും എല്ലാ രംഗത്തും, കുടുംബത്തിൻ്റെതായാലും ഏത് രംഗത്തും അത് താൽക്കാലികമായി തനിക്ക് അനുകൂലമാക്കുക, നേട്ടമുണ്ടാക്കുക എന്നിടത്ത് നിൽക്കുന്നു മനുഷ്യരൊക്കെയും. ഇതിന്റെ ഫലമായിട്ട് ഇത്തരം വാർത്തകൾ നിത്യേന വന്നുകൊണ്ടിരിക്കും നമ്മളുടെ മുമ്പിൽ, മീഡിയകളൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് നമ്മളുടെയൊക്കെ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു ബോധം, ഒരു പൊതുബോധം, ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം. ജീവിതത്തിൽ കടന്നു കഴിഞ്ഞു പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. ഇങ്ങനെയൊക്കെ കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ തൻ്റെ കാര്യം നേടാൻ ആവശ്യമായ കുതന്ത്രങ്ങളോ, അതിന് സാമർഥ്യം ഉപയോഗിച്ചുകൊണ്ട് മറ്റവനെ പരാജയപ്പെടുത്താനുള്ള തന്ത്രങ്ങളോ ഒക്കെ ഉപയോഗിക്കാം. അതിൽ ന്യായം ഇന്നതാണ്, നീതി ഇന്നതാണ് എന്ന് നോക്കേണ്ടതില്ല. അറിഞ്ഞാലും ഇവിടെ ജയിക്കണമെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ്. ഇതിൻ്റെ ഒരു പൊതുബോധം നമ്മൾക്ക് വന്നു ചേർന്നിട്ടുള്ളത് നീതിബോധം നമ്മളുടെ ഒക്കെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
എവിടെയെങ്കിലും ഒറ്റപ്പെട്ടൊരു സംഭവം പോലെയല്ല. പൊതു സ്വഭാവം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സുകളിൽ നിന്ന് നീതിബോധം നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുമ്പോൾ എങ്ങനെ ചെയ്താലും ഒക്കെ നീതിയായി മാറുകയാണ്. ഇസ്ലാമികമായ ഒരു വിഷയത്തിൽ നമ്മൾ ഇവിടെ പഠിക്കേണ്ട ഒരു ഭാഗം, എന്തായിരുന്നാലും ആ നീതിബോധം തിരിച്ചു പിടിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ആ നീതിബോധവും സത്യസന്ധതയും ഒക്കെ നിലനിർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നഷ്ടങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും, പലതരത്തിലുള്ള കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവാം. എന്നാലും സത്യവും നീതിയും എന്താണോ അത് നിലനിർത്താനുള്ള ഒരു ബോധം നമ്മൾ പോലും നിലനിർത്തുന്നില്ലെങ്കിൽ ഈ രാജ്യത്ത് നിന്ന് അത് ഇല്ലാതായി പോകും. നമ്മൾ മുസ്ലിങ്ങളാണ്, മുഅ്മിനുകളാണ്, ദീൻ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. നമ്മളുടെ ജീവിതത്തിലും ഒരു നീതിബോധവും സത്യസന്ധതയും ഒന്നും നിലനിൽക്കുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്? അങ്ങനെ ഒരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് ഈ നീതിബോധം ഈ സാഹചര്യത്തിൽ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക്. വിശുദ്ധ ഖുർആന്റെ ഒരായത്ത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, വിശ്വാസികളെ സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ്, കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ എല്ലാവരും നീതിബോധം, നീതി നിലനിർത്തുന്നവരായി മാറുക. ഖിസ്ത് എന്ന് പറഞ്ഞാൽ ഓരോ വിഭാഗത്തിനും അർഹതപ്പെട്ട വിഹിതം നൽകിക്കൊണ്ടുള്ള, അംഗീകാരവും അവകാശവും നൽകിക്കൊണ്ടുള്ള നീതി, അതാണ് ഖിസ്ത്. ആ നീതി നിലനിർത്തുന്നവരായി നിങ്ങൾ മാറണം. സത്യവിശ്വാസികളെ ഓരോരുത്തർക്കും നൽകേണ്ട വിഹിതവും ന്യായവും അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് നീതിയുടെ ആളുകളായി നിലനിർത്തുന്നവരായി നിങ്ങൾ മാറണം. ശുഹദാ ലില്ലാഹി, അള്ളാഹുവിന്റെ സാക്ഷികളായിക്കൊണ്ട്, അള്ളാഹുവിന്റെ സന്ദേശം എന്ന നിലക്ക്, അവൻ പഠിപ്പിക്കുന്ന ആശയം എന്ന നിലക്ക്, അവന്റെ വിശ്വാസികൾ എന്ന നിലക്ക് അവന്റെ സാക്ഷികളായി ഞങ്ങൾ അള്ളാഹുവിന്റെ സാക്ഷികളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അനീതി ചെയ്തുകൂടാ, ഒരു വിഷയത്തിലും അനീതി സംഭവിച്ചുകൂടാ എന്ന നിലക്ക് ന്യായമായ നീതിയുടെ സാക്ഷികളായി നിലനിർത്തുന്നവരായി നിങ്ങൾ മാറണം. എന്നിട്ട് അള്ളാഹു ഓരോന്ന് പറയണം, എവിടേക്കാണ് അനീതി വരാൻ സാധ്യതയുള്ളത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്. ആദ്യം പറയുന്നത് വലൗ അലാ അൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തം കാര്യത്തിലാണെങ്കിലും, അവനവന്റെ വ്യക്തിപരമായ കാര്യത്തിലാണ് എങ്കിൽ പോലും അവിടെ നീതി എന്താണോ അത് നടപ്പാക്കണം. ആ നീതിയുടെ കൂടെ നമ്മൾ നിൽക്കാവൂ. സ്വന്തം വിഷയത്തിൽ എന്റെ കാര്യമാണ് എന്ന നിലയ്ക്ക് നമ്മൾക്കത് കോട്ടിമാറ്റാൻ അവകാശമില്ല, തിരിമറി നടത്താൻ അവകാശമില്ല. സ്വന്തം വിഷയത്തിലും നീതിയുടെ ഭാഗത്ത് നിൽക്കുക. അവിൽ വാലിദൈനി വൽ അഖ്റബീൻ, വീണ്ടും പറയുന്നു, ഇനി നിങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യമാണ്, വൽ അഖ്റബീൻ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ കാര്യമാണ്. ഇവരുടെ വിഷയത്തിലാണ് നീതി എന്താണോ അത് പുലരണം. ആ നീതി നടപ്പാക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് കോട്ടം സംഭവിക്കാം, അവർക്ക് പ്രയാസമുണ്ടാകാം. എന്നാലും നീതി എന്താണോ അതാണ് പുലരേണ്ടത്, അത് നടപ്പാക്കണം നിങ്ങൾ. വൽ അഖ്റബീൻ, അടുത്ത ബന്ധുക്കളാകാം, ആ ബന്ധുക്കൾക്ക് എതിരാകാൻ നമ്മൾ നീതി നടപ്പാക്കുമ്പോൾ അത് എന്റെ ബന്ധുവാണ്, എന്റെ മാതാപിതാക്കളാണ് എന്ന പരിഗണന അവിടെ ഇല്ല. നീതി എന്താണോ അത് നടപ്പാക്കണമെന്നാണ്. നമുക്ക് വർത്തമാന കാലത്ത് നമ്മൾ പറയുന്ന കുറെ വാക്കുകളുണ്ട്. സ്വജന പക്ഷപാതം, സ്വന്തം പാർട്ടിക്കാരൻ, വിഭാഗക്കാരൻ, അവനവന്റെ കാര്യസാധ്യത, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ നമ്മൾക്ക്. ഇതൊക്കെ അനീതി ചെയ്യാനുള്ള പേരുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒന്നില്ല. സ്വന്തം വ്യക്തിപരമായ വിഷയത്തിൽ നഷ്ടം വന്നാലും നീതി എന്താണോ, സത്യം എന്താണോ അതിന്റെ കൂടെ നിൽക്കുക. മാതാപിതാക്കൾക്കെതിരാണെങ്കിലും അതിന്റെ കൂടെ നിൽക്കുക. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കെതിരാണെങ്കിലും അനുകൂലമാണെങ്കിലും അതിന്റെ കൂടെ നിൽക്കുക. ഇനി എതിർ കക്ഷി, മറുഭാഗത്ത് നിൽക്കുന്ന ഒരാൾ സമ്പന്നനാവട്ടെ അല്ലെങ്കിൽ ദരിദ്രനാവട്ടെ,
അതിലെന്തായിരുന്നാലും സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും നീതിയുടെ വിഷയത്തിൽ അത് സ്വാധീനിക്കാൻ പാടില്ല. ഫല്ലാഹു ഔലാബിഹിമ, ആ രണ്ട് വിഭാഗത്തെ കുറ്റിയും ഏറ്റവും അർഹതയുള്ള അള്ളാഹുവിനാണ്. അപ്പോൾ സമ്പന്നനാണ് എന്നതിന്റെ പേരിൽ അയാൾക്ക് ദോഷം വന്നോട്ടെ എന്ന് തീരുമാനിക്കണ്ട, അയാൾക്ക് നഷ്ടം വന്നോട്ടെ എന്ന് തീരുമാനിക്കണ്ട. സമ്പന്നനാണ്, അയാൾക്ക് ലാഭം കിടക്കട്ടെ, അയാൾ വേണ്ടപ്പെട്ടവനാണല്ലോ എന്ന് വിചാരിക്കണ്ട. ദരിദ്രനാണെങ്കിലോ അയാളെ രക്ഷപ്പെടുത്തണം എന്നും വിചാരിക്കണ്ട. അയാൾ ദരിദ്രനാണ്, നമുക്ക് എന്തും ചെയ്യാം എന്നും വിചാരിക്കണ്ട. രണ്ടാണെങ്കിലും ഫല്ലാഹു ഔലാബിഹിമ, ആ രണ്ട് വിഭാഗത്തിനും ഏറ്റവും അർഹതയുള്ളത് അള്ളാഹുവിനാണ്. നിങ്ങൾ നീതി എന്താണോ അത് നടപ്പാക്കിയാൽ മതി എന്നാണ്. ഇതൊക്കെ എത്ര കൃത്യമാണ് അള്ളാഹു പറയുന്ന കാര്യങ്ങൾ. ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു, അടുത്ത വാക്യം, നീതിയിൽ നിന്ന് തെറ്റിപ്പോകാൻ വേണ്ടി, വക്രീകരിക്കാൻ വേണ്ടി, വ്യതിചലിച്ചു പോകാൻ വേണ്ടി നിങ്ങൾ തന്നിഷ്ടത്തെ പിന്തുടരരുത്. നീതിക്കെതിരിൽ തന്നിഷ്ടത്തെ നിങ്ങൾ പിന്തുടരരുത്. ന്യായത്തിന്റെ നീതിയുടെ കൂടെ നിൽക്കണം. അവിടെ തന്നിഷ്ടത്തിന് നിങ്ങൾ കോട്ടിമാട്ടുകയോ വ്യതിചലിപ്പിക്കുകയോ വിമുഖരായി മാറി നിൽക്കുകയോ ഒക്കെ ചെയ്താലും ഫൈനല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്. എന്തായാലും അറിയും. നമുക്കൊരു വിശദമായിട്ടൊരായത്തിൽ അള്ളാഹു പറയുന്ന കാര്യം നമ്മളുടെ ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നമ്മൾ ഇടപെടുന്ന സാമൂഹിക മണ്ഡലങ്ങളിലും മറ്റു മേഖലകളിലുമെല്ലാം എന്താണോ ന്യായമായതും നീതി പുലരുന്നതുമായ വശം അതിന്റെ കൂടെ ഉറച്ചു നിൽക്കണം. ശുഹദാ ലില്ലാഹ്, അള്ളാഹുവിന്റെ സാക്ഷികളായിട്ട് നിങ്ങൾ അതിന്റെ കൂടെയാണ് നിൽക്കേണ്ടത്. ഇത് സത്യവിശ്വാസികളെ സംബോധന ചെയ്ത് അള്ളാഹു പറയുമ്പോൾ നമ്മളെങ്കിലും, അങ്ങനെയാണ് ഇപ്പോൾ പറയേണ്ടത്, നമ്മളെങ്കിലും ആ നീതിബോധം തിരിച്ചു പിടിച്ചിരിക്കണം. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളൊക്കെയും അങ്ങനെ ആയി മാറുകയാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ, ഒരു കോടതിയിൽ പോയാൽ, ഒരു മധ്യസ്ഥന്മാരുടെ ഇടയിൽ ഒരു പ്രശ്നത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ ചെന്നാൽ അവിടെ നീതി ന്യായമല്ല, മറുകക്ഷിയെ തോൽപ്പിക്കാനുള്ള ന്യായം നോക്കും. നമ്മൾ ആളുകളെ രക്ഷപ്പെടുത്താനുള്ള കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കും. ഇത് പാടില്ല എന്നാണ് ഈ പറയുന്നത്. ഇത് മറ്റുള്ളവർ ചെയ്തേക്കാം, പക്ഷെ നമ്മൾ അങ്ങനെ ആയിക്കൂടാ എന്നാണ് അള്ളാഹു വിശ്വാസികളെ സംബോധന ചെയ്ത് പറയുന്നത്. അതിനർത്ഥം നമ്മളുടെ ജീവിതം ഇപ്പോഴും പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നമ്മൾ തിരിച്ചു പിടിക്കണം നീതിബോധത്തിലേക്ക്. നമ്മൾക്ക് മാനസികമായിട്ട് അങ്ങനെ ആയി, അതങ്ങനെയാണ്, അവിടെ ചെന്ന് അങ്ങനെയാണ് പറയേണ്ടത്, ഇവിടെ ഇങ്ങനെ കേസ് വന്ന എങ്ങനെയാണ് പറയേണ്ടത് എന്നൊക്കെ നമ്മളിങ്ങനെ പഠിപ്പിക്കപ്പെടാതെ തന്നെ പഠിച്ചു കഴിഞ്ഞു. നമ്മളാരും പഠിപ്പിക്കൊന്നും വേണ്ട, നമ്മുടെ മനസ്സ് അങ്ങനെയായി മാറുകയാണ്. ആ മാനസികാവസ്ഥയിൽ നമ്മൾ മോചിതരായിട്ട് ന്യായവും സത്യവും എന്താണോ അതിന്റെ കൂടെ നിൽക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരുപാട് സംഭവങ്ങൾ. ഒരു സംഭവം ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. ഈ മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ, ഫാത്തിമ എന്നാണ് അവരുടെ പേര്, അവർ മോഷണം നടത്തിന് അവർ സ്വീകരിച്ചിരുന്ന ഒരു മാർഗം ആളുകളുടെ കയ്യിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും മറ്റു സാധനങ്ങളും വായ്പ വാങ്ങുകയും എന്നിട്ട് നഷ്ടപ്പെട്ടു എന്നോ വേറെ ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അത് തിരിച്ചു കൊടുക്കാതിരിക്കുക, പതിവ് സമ്പ്രദായം. അങ്ങനെ ചെയ്യുന്ന ഒരു സ്ത്രീ, മോഷണം നടത്തുന്ന ഒരു സ്ത്രീ, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ കേസ് വന്നു. റസൂൽ പറഞ്ഞ അവരുടെ കൈ കൊത്തണം എന്ന് പറഞ്ഞു. സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളുടെ കൈ കൊത്തണം, ഇസ്ലാമിന്റെ വിധി അതാണ്, റസൂൽ വിധി പറഞ്ഞു. അപ്പൊ അതൊരു മഖ്സൂം ഗോത്രമാണ്, പ്രധാനപ്പെട്ട ഒരു തറവാട്ടുകാരിയാണ്, അവളാണ് ഈ ചെയ്യുന്നത്. ആളുകൾക്കൊക്കെ പരിഭവമായി അങ്ങനെ ഉന്നത കുലയായ തറവാട്ടുകാരിയായ അവളുടെ കൈ കൊത്തുകയോ റസൂലിനോട് പറഞ്ഞൊന്ന് ഒഴിവാക്കി കിട്ടുമോ, എന്തെങ്കിലും ഇളവ് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഫിദി എന്തെങ്കിലും കൊടുത്തിട്ട് രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന് ആര് സംസാരിക്കും? ആളുകൾ തീരുമാനിച്ചു ഉസാമ സംസാരിക്കട്ടെ. ഉസാമ ബിൻ സയ്യിദ് ഹിബ്ബു റസൂലില്ല, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ടവൻ എന്ന് പേരുള്ള നബിയുടെ വളർത്തുപുത്രനായിരുന്ന അല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന സെയ്ദിന്റെ മകൻ ഉസാമയാണ്, ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്ന് പറഞ്ഞു, റസൂലെ ഇങ്ങനെയാണ്, അവരെ വിടാനുള്ള വകുപ്പ് നോക്കണം എന്ന് പറഞ്ഞു.
റസൂലിന്റെ മുഖമാകെ വിവരണമായി, മുഖഭാവം വ്യത്യാസം വന്നു. റസൂൽ മിമ്പറിൽ കയറി, ആളുകളെ വിളിച്ചിട്ട് മിമ്പറിൽ കയറി അവരിൽ നിന്ന് പ്രസംഗിച്ചു. റസൂലുള്ള ലൗ അന്ന ഫാത്തിമത ബിൻത് മുഹമ്മദ് സറഖത് ലഖതൽതു യദഹാ. ഉസാമയോട് ചോദിച്ചു, ഉസാമ, നീ എന്നോട് ശുപാർശ പറയുന്നത് അള്ളാഹുവിന്റെ വിധി മാറ്റണമെന്നാണോ? അള്ളാഹുവിന്റെ വിധിയാണ് ഞാൻ പറയുന്നത്, അത് മാറ്റണമെന്നാണോ നീ പറയുന്നത്? ഉസാമയോട് ക്ഷുഭിതനായി റസൂലുള്ള. ചില റിപ്പോർട്ടുകൾ നീ എന്നോട് നീ സംസാരിക്കാനേ വരരുത് എന്നൊക്കെ പറഞ്ഞു റസൂലുള്ള. അവസാനം മിമ്പറിൽ ആളെ വിളിച്ചു നിർത്തി പ്രസംഗിക്കുന്നത്, ഇതൊരു ഫാത്തിമയാണ്, മഖ്സൂം ഗോത്രക്കാരി. ഇതാ മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് മോഷണം നടത്തിയത് എങ്കിൽ ഞാൻ അവളുടെ കൈ കൊത്തും. എന്റെ മകളാണ്, അന്ന് ജീവിച്ചിരിക്കുന്ന നബിയുടെ ഏറ്റവും ചെറിയ മകൾ, ഇഷ്ടപ്പെട്ട മകൾ. അവളെ പറ്റിയ റസൂൽ പറയുന്നത്, അവരെ പറ്റിയ റസൂൽ പറയുന്നത് കൈ കൊത്തും മുഹമ്മദ്, അതാണ് നീതി എന്ന് പറഞ്ഞു. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്യം ശ്രദ്ധിക്കാൻ, ഇന്നമാ അഹ്ലക മൻ ഖബ്ലകും അന്നഹും ഇദാ സരിഖ ഫീഹിം അശ്ശരീഫു തറകൂഹു. മുമ്പ് കഴിഞ്ഞ സമൂഹത്തിന്റെ ചരിത്ര പാഠം റസൂൽ ഉദ്ധരിക്കുകയാണ്. മുമ്പ് കഴിഞ്ഞ സമൂഹങ്ങളുടെ നാശത്തിനിടയാക്കിയ ഒരു കാര്യം, നാശം ആ സമൂഹത്തിന് സംഭവിച്ചു. അതിന് കാരണം അവരുടെ കൂട്ടത്തിൽ ഉന്നതരായ ആളുകൾ മോഷണം നടത്തുകയോ അതുപോലുള്ള കാര്യങ്ങൾ നടത്തുകയോ ചെയ്താൽ തറക്കുഹ, അവരെ വിട്ടേക്കും, വെറുതെ വിടും. വളരെ ദുർബലരായ ആളുകളാണ് മോഷണം നടത്തുന്നതെങ്കിൽ അവരവരെ പിടികൂടുകയും ശിക്ഷ നടപ്പാക്കുകയും ചെയ്യും. അള്ളാഹുവിൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു എന്നിട്ടാ റസൂൽ പറയുന്നത്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണെങ്കിലും ഞാൻ ശിക്ഷ നടപ്പാക്കുന്നു. ഇത് ഒരൊറ്റ സംഭവമാണ്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ. ആ സംഭവങ്ങൾ എന്തൊക്കെയാണ് പാഠങ്ങൾ? ആർക്കെതിരായാലും അനുകൂലമായാലും ന്യായവും നീതിയും എന്താണോ അത് നാട്ടിൽ പുലരണം. കള്ളസത്യങ്ങളും കള്ളവാദങ്ങളും തന്റെ കക്ഷിയെയും ഗ്രൂപ്പിനെയും വിഭാഗങ്ങളെയും ഒക്കെ വിജയിപ്പിക്കാവുന്ന ന്യായങ്ങളും പറഞ്ഞ് അമാനത്തും അതിലും നീതിയും ഒന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മുടെ രാജ്യത്ത് വ്യാപകമായി നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ, നിത്യവും വരുന്ന വാർത്തകൾ ഒരു ന്യായവും ഇല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നതാണ്. എല്ലാവർക്കും അറിയാം. അതൊക്കെ സ്വാഭാവികമായി നമ്മളുടെയൊക്കെ മനസ്സിനെ സ്വാധീനിക്കുന്നത്, അങ്ങനെയാണ് നാട്, അങ്ങനെയാണ് രാജ്യം, ജനങ്ങൾ അങ്ങനെയാണ്, നമ്മളൊക്കെ അങ്ങനെയാണ്. അവിടെ തിരിച്ചു പിടിക്കുക നമ്മളുടെ നീതിബോധം. സത്യത്തിന്റെ കൂടെ നിൽക്കണമെന്ന ആ ബോധം തിരിച്ചു പിടിക്കുക. എന്തു വന്നാലും ഞാൻ നീതിയുടെ കൂടെ നിൽക്കൂ എന്ന ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ ആ തീരുമാനത്തിലൂടെ പോകുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ നഷ്ടപ്പെടാം, അത് അവരുടേതാണ്. പക്ഷെ മുഅ്മിനുകൾ എന്ന നിലക്ക് ഖുർആൻ സംബോധന യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചാണ് ഈ കാര്യം പറഞ്ഞത്. വിശ്വാസികളെ, നിങ്ങൾ നീതിയുടെ കൂടെ നിൽക്കണം. ആ നീതിയും സത്യവും എന്താണോ അതിന്റെ കൂടെ നിൽക്കണം എന്ന് പറയുന്നു. ഇതൊരു ബോധമായിട്ട് നമ്മൾ നിലനിർത്തുക. കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും. പലയിടം വിഷയങ്ങളും ഇടപെടുന്ന, സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന നമ്മൾക്ക് കുറച്ചൊക്കെ പ്രയാസം ഉണ്ടാവും. ആ പ്രയാസം സഹിക്കുന്നതാണ് സത്യം. അങ്ങനെയാണ് ലോകം നിലനിൽക്കുന്നത്. അതും ഇല്ലാതായി കഴിഞ്ഞാൽ മുമ്പ് സമൂഹമൊക്കെ നാശമടഞ്ഞതുപോലെ ഈ സമൂഹവും നാശമടയും. നമ്മളുടെ ജീവിതത്തിൽ അത് ഉണ്ടാവണം. നമ്മുടെ ഇളം തലമുറകൾക്ക്, നമ്മുടെ മക്കൾക്കും ഇളം തലമുറകൾക്കുമൊക്കെ ആ ബോധം പകർന്നു കൊടുക്കാവുന്ന വിധം നമ്മൾ നടപ്പാക്കി കാണിച്ചു കൊടുക്കുകയും വേണം ജീവിതത്തിൽ. അതിനുള്ള ഒരു തീരുമാനവും ശ്രമവും ഒക്കെ ജീവിത രംഗങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മളൊക്കെ സ്വീകരിക്കുക. സർവശക്തൻ നമ്മൾക്ക് അതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 8-ാം വർഷം അഥവാ മദീനയിൽ ചെന്നിട്ട് 8 വർഷം കഴിയുമ്പോഴാണ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് മാർച്ച് ചെയ്ത് മൊത്തം അനുയായികളോടുകൂടി മദീനയിൽ നിന്ന് മക്കയിലെത്തുന്നത്. മക്ക ഫത്ഹ്, മക്ക വിജയം എന്ന് നമ്മളതിനെ സാങ്കേതികമായിട്ട് പറയാറുണ്ട്. മക്കയും മദീനയും ഒക്കെ ഇസ്ലാമിന്റെ കീഴിൽ വന്നു.
അത്രയും ആളുകൾ ഇസ്ലാം സ്വീകരിച്ച് മൊത്തം ഇസ്ലാമിന്റെ കീഴിൽ വന്നു. വളരെ കുറച്ച് ആളുകളെ മാറി നിൽക്കുന്നുള്ളൂ. അവരും പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹ് കഅബയുടെ അടുക്കിലേക്ക് ചെന്നു. കഅബയാണല്ലോ കേന്ദ്രം. അത് മുശ്രിക്കുകളുടെ കയ്യിലാണ്. 360 ചില്ലാനും വിഗ്രഹങ്ങൾ അവിടെയുണ്ട് കഅബയുടെ അടുക്കൽ. അപ്പോഴൊക്കെ അവിടേക്ക് തിരിഞ്ഞാണ് ഈ മുസ്ലിങ്ങളൊക്കെ നമസ്കരിക്കുന്നത്. ആ വിഗ്രഹങ്ങളൊക്കെ നിൽക്കുന്ന റസൂൽ അവിടെ ചെന്നിട്ട് ഉസ്മാൻ ഇബ്നു ത്വൽഹ, അദ്ദേഹമാണ് പരമ്പരാഗതമായിട്ട് കഅബയുടെ താക്കോൽ കൈവശം വെച്ചിരിക്കുന്നത്. ഇപ്പോഴും കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാർ ആ കുടുംബ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ്. റസൂലിന്റെ കൽപ്പനയായിരുന്നത്. അദ്ദേഹത്തിന് വിളിച്ചിട്ട് റസൂൽ പറഞ്ഞു, ആ കഅബയുടെ താക്കോൽ തരണം എന്നാണ്. റസൂൽ താക്കോൽ വാങ്ങി കഅബ തുറന്നു. അതിൻ്റെ അകം ശുദ്ധീകരിച്ചു. വിഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കി. ഒരുപാട് സംഭവങ്ങൾ അവിടെ നടക്കുന്നു. സംസ്കരണവും ശുദ്ധീകരണവും ഒക്കെ നടന്നു. എല്ലാം കഴിഞ്ഞ് റസൂല് കഅബ താക്കോൽ വെച്ച് പൂട്ടി. ആ താക്കോൽ ഇങ്ങനെ കയ്യിൽ പിടിച്ചപ്പോൾ, ഖുറൈശികളാണ്, ഗോത്ര ഭരണം നിലനിൽക്കുന്ന നാടാണ്, പല തരത്തിലുള്ള ജാഹിലിയ സംസ്കാരമൊക്കെ ഉള്ളവരാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അഥവാ നബിന്റെ മൂത്താപ്പ നബിന്റെ അടുത്തിട്ട് വന്നു പറഞ്ഞു, മുഹമ്മദ് റസൂലാണ്, അദ്ദേഹം വിശ്വാസിയാണ്, റസൂലെ ആ താക്കോൽ എനിക്ക് തരണം എന്നാണ്. അങ്ങനെ താക്കോൽ കൊടുത്താൽ, റസൂൽ കൊടുത്താൽ അദ്ദേഹത്തിന്റെ കയ്യിലായി. അതാണ് നിയമം. അദ്ദേഹത്തിന്റെയും അവരെപ്പോലുള്ള എല്ലാവരുടെയും ആവശ്യം കഅബയുടെ താക്കോൽ കൈവശമുള്ള ആളെന്ന് പറഞ്ഞാൽ അയാൾ അവിടുത്തെ പ്രമുഖനാണ്, പൗരപ്രമുഖനാണ്. അതൊരു സ്ഥാനമാണ്. അബ്ബാസിന് വേറെ വേറെ സ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹാജിമാർക്ക് വെള്ളം കൊടുക്കാനുള്ള അവകാശം അവർക്കായിരുന്നു. അങ്ങനെ വേറെ വേറെ ഓരോ ഗോത്രങ്ങൾക്ക് ഓരോ സ്ഥാനങ്ങളും പദവികളും ഉണ്ട്. ആ കൂട്ടത്തിൽ ആ കഅബ സംരക്ഷകൻ, സൂക്ഷിപ്പുകാരൻ, താക്കോൽ സൂക്ഷിപ്പുകാരൻ എന്ന പദവി കൂടി അദ്ദേഹത്തിന് കിട്ടണമെന്ന് ആഗ്രഹിച്ച റസൂലിന് നേരെ കയ്യിൽ നീട്ടി. റസൂൽ കൊടുത്തില്ല. റസൂൽ വിളിച്ചു, എവിടെ ഉസ്മാൻ ബിൻ ത്വൽഹ? അങ്ങനെ വിളിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നു. റസൂൽ താക്കോൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ കൊടുത്തിട്ട് പറഞ്ഞത്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ ഫഇദാ ഹകംതും ബൈനന്നാസ് അൻ തഹ്കുമൂ ബിൽ അദ്ൽ ഇന്നല്ലാഹ യഅഇദുക്കും നിഅമ്മാ യഅഇദുക്കും ബിഹി. ഒരു ആയത്ത് ഓതി റസൂലുള്ളാഹ്, അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, ഓരോരുത്തരോടുമുള്ള അമാനത്ത് അവർക്ക് തന്നെ നിർവഹിച്ച് നൽകി പൂർത്തീകരിക്കണമെന്നാണ്. വേറെ ആരുടെയും അമാനത്തും അവകാശം ഒന്നും കൈവശപ്പെടുത്താൻ പാടില്ല. ആരൊക്കെ അവകാശികളുടെ അവർക്ക് തന്നെ കൊടുക്കുക. ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു സന്ദർഭത്തിൽ അൻ തഹ്കുമൂ ബിൽ അദ്ൽ, നീതിബോധത്തോടു കൂടി നിങ്ങൾ വേണം തീരുമാനമെടുക്കാൻ. നിഅമ്മാ യഅഇദുക്കും, അടുത്ത ഭാഗം, എത്ര നല്ലൊരു കാര്യമാണ് അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നത്, വഅള് പറയുന്നത്. എത്ര നല്ലൊരു ഉപദേശമാണ് നിങ്ങൾക്ക് അള്ളാഹു നൽകുന്നത്. അത് സ്വീകരിക്കണമെന്നാണ്. നമുക്കൊരു ചെറിയ സംഗതിയാണ് ഒരർത്ഥത്തിൽ. ഒരു താക്കോൽ കൈവശം വെക്കുക, ഒരു സ്ഥാനമല്ലാതെ വേറൊന്നും അതിൽ ലഭിക്കാനൊന്നുമില്ല. ആ താക്കോൽ ഇങ്ങനെ കൊടുത്തിട്ട് റസൂൽ പറഞ്ഞത്, ഈ താക്കോൽ അന്ത്യനാൾ വരെയും നിങ്ങളുടെ കൈവശം ഇരിക്കും, അഥവാ കുടുംബത്തിന്റെ കൈവശം. അക്രമിയല്ലാതെ ആരും നിങ്ങളുടെ കൈകളിൽ നിന്ന് തട്ടിയെടുക്കില്ല എന്നാണ്. റസൂലിന്റെ ആ വാക്ക് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കിക്കൊണ്ട് ആ കുടുംബത്തിന്റെ പാരമ്പര്യത്തിൽപ്പെട്ട മൂത്ത പൗരന്മാർ ഇപ്പോഴും ആ കഅബയുടെ താക്കോൽ സംരക്ഷിക്കുന്നവരായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു. അത് ഗവൺമെന്റ് അവരുടെ അധികാരത്തിന്റെ പരിധിയിൽ അത് നിയന്ത്രിച്ചു കൊണ്ടുപോയിക്കുന്നു. ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം, നീതി എന്താണോ അത് പുലരണം, അത് നടപ്പാകണം. അത് ഖുർആൻ പറയുന്നതാണ്. അത് ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം നിലനിൽക്കുന്നത് ആ നീതിപൂർവമായി ഈ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ്. അത് പ്രകൃതിയുടെ നിയമം അതാണ്, നീതിപൂർവം പോവുക എന്നുള്ളതാണ്. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസികളായ മനുഷ്യരായ ആളുകളും അൻ അഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ, തൂക്കം, ത്രാസ്, അതിന്റെ ബാലൻസ് ശരിയായ രീതിയിൽ നിങ്ങൾ നിലനിർത്തുക. വലാ തുഖ്സിറുൽ മീസാൻ, ആ ബാലൻസ് നിങ്ങൾ തെറ്റിക്കരുത്, കുറവ് വരുത്തരുത്.
അതാണ് പ്രപഞ്ചത്തിന്റെ നിയമം. പ്രപഞ്ചം നിലനിൽക്കുന്ന അങ്ങനെയാണ്. മനുഷ്യ സമൂഹത്തിലും അത് നിലനിൽക്കേണ്ടതുണ്ട്. താളപ്പൊരുത്തത്തോടു കൂടി കൃത്യമായ അവകാശികളും വേണ്ടപ്പെട്ടവരും ഒക്കെ വാങ്ങിയും കൊടുത്തും ഒക്കെ ശരിയായ നീതി പുലരണം. അത് വിശ്വാസികളെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്ന അള്ളാഹു, സത്യവിശ്വാസികളെ നിങ്ങൾ നീതിപൂർവം നിലനിൽക്കുക എല്ലാ കാര്യത്തിലും. നിങ്ങളുടെ സ്വന്തം ശരീരത്തിനെതിരാണെങ്കിൽ മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ മറ്റു സമ്പന്നനോ ദരിദ്രനോ ആരായിരുന്നാലും നീതിയും ന്യായവും പുലരണം. അതിന്റെ കൂടെ നിൽക്കുക. നഷ്ടങ്ങൾ വരാം, ആ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെ ലോകത്ത് നീതി നിലനിർത്താനുള്ള ബാധ്യത നമ്മൾക്കുണ്ട്. ആ ബാധ്യത നിർവഹിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രംഗത്ത് പുലർത്താൻ നമ്മൾ സന്നദ്ധമാവണം. അല്ലാത്ത പക്ഷം നമ്മൾക്ക് ഇഹലോകത്ത് മാത്രമല്ല നഷ്ടം വരുന്നത്, പരലോകത്ത് കനത്ത നഷ്ടം വരും. ജീവിത രംഗം മലിനമായി പോകും. നാടിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ നിലനിൽപ്പിന് പോലും അർഹതയില്ലാത്ത വിധം ദുഷിച്ചു പോകും. അത്രയധികം അനീതികളും മറ്റു ഏർപ്പാടുകളും ഒക്കെ ഇവിടെ നടക്കുന്നു. അതിനിടയിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയാണ് നാട് എന്ന ബോധം വളരാതിരിക്കട്ടെ. മറിച്ച് നീതി എന്താണോ അതിലേക്ക് പോകാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ സൃഷ്ടിക്കുക. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.